ഇന്നത്തെ ദിവസം സെയിന്റ് ഇഗ്നേഷ്യസ് ചർച്ച് പൂഞ്ചിലാണ്. നൂറോളം കുടുംബങ്ങളുള്ള ഇടവക. ഇന്നിവിടെ ആഘോഷമായി വിശുദ്ധ കുർബാന നടക്കുന്ന ദിവസമാണ്. കുർബാന കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ പള്ളിയുടെ ഒരു ഭാഗത്തായി നടക്കുന്നു. ആളുകൾ എത്തിത്തുടങ്ങി. ഷിജോ അച്ഛനും ജോർജ് അച്ഛനും ലിജു അച്ഛനും ചേർന്നാണ് കുർബാന അർപ്പിക്കുന്നത്. വാദ്യമേള താളങ്ങളോടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ബലിയർപ്പിക്കുന്ന കാഴ്ച. और आपके साथ भी हो। लूकास के अनुसार पवित्र सुसमाचार। अध्याय 8 अनुवाक्य 1 से लेके 3 तक। इसके बाद ईसा नगर नगर और गाँव घूमकर उपदेश देते और ईश्वर के राज्य का सुसमाचार सुनाते रहे। 12 प्रेरित उनके साथ थे और कुछ नारियों भी जो दुष्ट आत्माओं और रोगों से मुक्त की गई थी। मरियम जिसका उपनाम मगदलना था और जिससे 7 अबदूत निकले थे। हेरोद के करीब तक गुसा की पत्नी योहन, सुसन्ना और उनकी अन्य नारियां भी जो अपनी संपत्ति से ईसा और उनके शिष्यों की सेवा परिचय करते थे। ये प्रभु की वाणी है। उसी के जरिए, उसी के साथ और उसी में तू जो कादरी मुदले खुदा बाप को रूहुल कुदस की वहदानियत में कामिल इज्जत और
आशीषयामहे हमेशा से हमेशा तक। आमीन आमीन आमीन। എൻ്റെ പേര് ഫാദർ ജോർജ് പള്ളിക്കാമടത്തിൽ. ഞാൻ CMI സഭയിലെ കോഴിക്കോട് പ്രവിശ്യ അംഗമാണ്. ഇപ്പോൾ പൂഞ്ച് സെൻറ്റ് ഇഗ്നേഷ്യസ് പാരീഷിൻ്റെ വികാരിയായിട്ട് ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. പൂഞ്ച് പാരീഷിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 1957 സനാ മസി എന്ന ഒരു പാസ്റ്റർ ആണ് ആദ്യമായിട്ട് ഇവിടെ കാത്തലിക് വിശ്വാസമായിട്ട് വരുന്നത്. അദ്ദേഹം വന്നു, കുറച്ചുനാൾ ഇവിടെ താമസിച്ചു, അതിനുശേഷം തിരിച്ചുപോയി. പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ഒരു കാലത്തും ഉണ്ടായില്ല. പിന്നെ 25 വർഷങ്ങൾക്ക് ശേഷം ഫാദർ ജോർജ് കാരക്കുന്നേൽ ഈശോ സഭാംഗമാണ് അദ്ദേഹമാണ് 1982 ഏപ്രിൽ 15 പൂഞ്ചിൽ വരികയും ഇവിടെ കെട്ടുകിടന്നിരുന്ന ക്രിസ്ത്യ വിശ്വാസം വീണ്ടും ഉജ്ജ്വലിപ്പിച്ചു കൊണ്ടുവരികയും പിന്നീട് അതേ വർഷം തന്നെ 82 ഡിസംബറിൽ 40 പേരോളം അദ്ദേഹം മാമോദീസ മുക്കി കാത്തലിക് ആക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിലൂടെ തുടങ്ങിയ ആ ഒരു മിഷൻ പ്രവർത്തനം 1989 CMI സഭയുടെ കോഴിക്കോട് പ്രവിശ്യ ഏറ്റെടുത്തു. അന്ന് മുതലാണ് CMI അംഗങ്ങൾ ഇവിടെ പൂഞ്ചിൽ സേവനമനുഷ്ഠിച്ചു വരുന്നത്. പൂഞ്ചിൽ ആദ്യമേ നമ്മൾ ഒരു സ്കൂൾ തുടങ്ങി, ക്രൈസ്റ്റ് സ്കൂൾ. അതിനുശേഷം നമുക്ക് പാരീഷിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി നമ്മൾ ഒരു പാരീഷ് ചർച്ച്, നമ്മൾ ഇടവക പള്ളി, നമ്മൾ കെട്ടിടം നമ്മൾ പണിതു. ഇന്ന് ഏകദേശം 100 കുടുംബങ്ങൾ ഈ പാരീഷിൽ ഉണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് ആ ഒരു ചെറിയ വിശ്വാസം ഇന്ന് 100 കുടുംബങ്ങളുണ്ട്. നമ്മുടെ ക്രിസ്തീയ കുട്ടികളെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുകയും അവർക്ക് ട്രെയിനിങ്ങിന് പോകാൻ താല്പര്യമുള്ളവരെ ട്രെയിനിങ്ങിന് വിടുകയും അവർക്ക് നല്ല ജോലികൾ നേടിക്കൊടുക്കുവാനുമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞ് 3 പേര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവരിലും നമ്മൾ മറ്റുള്ള സ്ഥലത്ത് കാണുന്നതിലും കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അതേപോലെ ദിവ്യബലിയിലാണെങ്കിലും അവരുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ക്രിസ്മസിന് തുടക്കത്തിൽ ഡിസംബർ 1-ാം തീയതി മുതൽ 24-ാം തീയതി വരെ എല്ലാ ദിവസവും ഈ തണുപ്പത്ത് രാവിലെ 5 മണിക്ക് പ്രഭാതപേരി എന്ന പേരിൽ കരോൾ സിംഗിങ് എല്ലാ ദിവസവും രാവിലെ ഇവിടെ നടത്തുന്നുണ്ട്. അതുതന്നെ വലിയൊരു വിശ്വാസ പ്രഘോഷണമാണ്. കാരണം ഏറ്റവും തണുപ്പുള്ള സമയമാണ്. -डिग्री ടെമ്പറേച്ചറിൽ ഇവർ ചെരുപ്പ് പോലും അണിയാതെ ഒരു നേർച്ച പോലെയാണ് ഈ പ്രഭാതപേരിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രഭാതപേരി വഴിയായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഡിസംബർ 24-ാം തീയതി ഉച്ചയ്ക്ക് വലിയൊരു പ്രൊസഷൻ നമ്മൾ ബസ് സ്റ്റാൻഡ് ചുറ്റി പുതിയ ടൗൺ മുഴുവൻ ചുറ്റി പള്ളിയിലേക്ക് കരോൾ സിംഗിങ്ങോട് കൂടി ടാബ്ലോയോട് കൂടി വലിയൊരു പ്രൊസഷൻ തന്നെ നടത്തുന്നുണ്ട്. അതും ഒരു വിശ്വാസത്തിൻ്റെ വലിയ ഒരു പ്രഘോഷണമാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഒരു സ്ഥലത്തും ഇത്രയും ഒരു വിശ്വാസ പ്രഘോഷണം നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ ഇവിടെ 4 വാർഡുകളായിട്ട് തിരിഞ്ഞ് എല്ലാ വാർഡുകളിലും എല്ലാ ആഴ്ചയിലും പ്രെയർ മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ പൂഞ്ച് ഇടവക എന്ന് പറയുന്നത് ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു പാരീഷാണെന്ന് നമുക്ക് പറയാം. കാരണം 10-30 വർഷം അല്ലെങ്കിൽ 35 വർഷത്തോളമായിട്ടുള്ള ഇവർ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസവും അതിൻ്റെ പ്രാക്ടീസും കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടവകാംഗങ്ങളെ നമ്മൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ചെറിയൊരു ഗ്രൂപ്പിനെ നമ്മൾ കേരളത്തിൽ കൊണ്ടുപോവുകയും കേരളത്തിൽ പോട്ടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരാഴ്ചത്തെ ധ്യാനം, പിന്നെ പല ഇടവകകളിൽ കൂടെ പോയി ഇടവകയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് പല ഇടവകകളിൽ കൊണ്ടുപോയി അവരെ കാര്യങ്ങൾ കാണുകയും സൺഡേ മാസിലെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ഓരോ പ്രാവശ്യം പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് കൂടുതലായിട്ട് ഇവിടെ വേണം എന്ന ഒരു തീക്ഷ്ണതയോടുകൂടി ഇവരും പുതിയതായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ സാഹചര്യത്തിന് അനുസരിച്ച രീതിയിൽ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് നമ്മുടെ ഇടവകാംഗങ്ങൾ കൂടുതലായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ജോർജ് അച്ഛനും സിസ്റ്റർമാരും ഭവന സന്ദർശനത്തിനുള്ള ഒരുക്കത്തിലാണ്. തങ്ങളുടെ ഇടവകയിലുള്ള
100 കുടുംബങ്ങളിലും ഇവർ മാറി മാറി സന്ദർശിക്കുന്നു. കുടുംബങ്ങളുമായി വ്യക്തിപരമായി സംസാരിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. हमारे बाप जो आसमान पर है, तेरा नाम पाक माना जाए, तेरी बादशाही आए, तेरी मर्जी जैसे आसमान पर पूरी होती है जमीन पर भी हो। हमारे रोज़ की रोटी आज हमें दे, और जिस हम अपने कर्जदारों को बख्शते हैं, खुदावंद आपके साथ हो और आपके साथ भी हो। कादरी मतलब खुदा बाप और बेटे और रूह कुदस की बरकत सब पर नासिल हो। आमीन। जय जय श्री श्री कृष्ण। जय श्री कृष्ण। आमीन। हमारे बाप तो जो आसमान पर है, तेरा नाम पाक माना जाए, तेरी बादशाही आए, तेरी मर्जी जैसे आसमान पर पूरी होती है जमीन पर भी हो। हमारे रोजने की रोटी आज हमें दे, और जिस तरह अपने किरदारों को बख्शते हैं, और आपके साथ भी हो। कादरी मतलब खुदा बाप और बेटे और रूह कुदस की बरकत सब पर नासिल हो। ആമേൻ. ഒരു കാലത്ത് ആർക്കും വേണ്ടാതിരുന്ന ഒരു ജനത, എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലേക്ക് സനാമസി എന്ന പാസ്റ്റർ കൊളുത്തിയ വിശ്വാസത്തിൻ്റെ തീ 2ാം തലമുറയിലും 3ാം തലമുറയിലും ആളിപ്പടർന്നതിൻ്റെ ഫലമാണ് പൂഞ്ചിലെ ഈ വിശ്വാസ സമൂഹം. അവരുടെ ആവശ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജോർജ് അച്ഛനും സിസ്റ്റർമാരും എപ്പോഴും കൂടെയുണ്ട്. तो जो आसमान पर है, तेरा नाम पाक माना जाए, तेरी बादशाही आए, तेरी मर्जी जैसे आसमान पर पूरी होती है जमीन पर भी हो। हमारे रोज़ाना की रोटी आज हमें दे, और जिस अपने कर्जदार को बख्शते हैं, तो हमारे कर्ज हमें बख्श, हमें आजमाइश में न पड़ने दे, बल्कि बुराई से बचा। आमीन। सलाम मरियम फजल, खुदा तेरे साथ है, तो तुम्हें बारिक है, बारिक तेरे पेट का फल यीशु। मरियम खुदा की माँ, हम गुनहगारों के वास्ते दुआ कर, अब हमारी मौत के वक्त। आमीन। जनाब बाप बेटे और रूह कुदस का हो। जैसे शुरू में था, वैसे हमेशा होगा। आमीन। खुदावंद आपके साथ हो। और आपके साथ भी हो। कादरी मतलब खुदा बाप और बेटे और रूह कुदस की बरकत सब पर नासिल हो। आमीन। ठीक है। जय यीशु। जय यीशु। ഇന്ന് നമ്മോടുകൂടെ പൂഞ്ച് ഇടവകയുടെ ആദ്യകാലത്ത് മാമോദിസ സ്വീകരിച്ച ബേഗമ്മയുടെ മകനും ഇടവകയുടെ ആദ്യത്തെ കാറ്റക്കിസ്റ്റുമായ അനിൽ ബാബുജി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് ഇടവകയെ പറ്റിയും ആദ്യകാല അച്ഛന്മാരുടെ പ്രവർത്തനങ്ങളെ പറ്റിയും കൂടുതലായി നമുക്ക് ചോദിച്ചറിയാം. बाबूजी, आप हमें ये थोड़ा बताइए कि कैसे आपने और माँ बाजी ने ये विश्वास में आ गया, और जब विश्वास में आ गया तो आपके परिवार में क्या क्या हुआ, इसके बारे में थोड़ा हमें समझाइए. बाजी हमारी प्रार्थना करती थी. आगे पीछे जो बाहर से लोग आते थे हमारे घर में ही ठहरते थे, चर्च नहीं था तो हम बरांडे में प्रार्थना वगैरह करते थे. तो पिताजी मेरे हिंदू परिवार के थे और बाजी क्रिश्चियन परिवार में थी. और जब बाजी प्रार्थना शाम को और सुबह सोते समय रात को और सुबह 4 बजे उठ के प्रार्थना करती थी, तो मेरे पिताजी बहुत दुखी करते थे उनको. ഇപ്പോൾ ബാബുജി നമ്മളോട് പറഞ്ഞ കാര്യം ഇതാണ്. അവർ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അമ്മ പണ്ട് ഒരു പാസ്റ്റർ വന്ന പാസ്റ്ററിൻ്റെ നിന്ന് സുവിശേഷം ശ്രവിച്ചിരുന്നു. അപ്പൻ ഹിന്ദു സമുദായത്തിൽ തന്നെയായിരുന്നു. അപ്പം അമ്മ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പുള്ളിയുടെ പിതാവിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പലപ്പോഴും അമ്മയെ അടിക്കുകയും പല വിധത്തിൽ വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടായാലും അമ്മ ആ വിശ്വാസം ഒരിക്കലും
അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. അതുകൊണ്ട് എന്തുകൊണ്ടോ അമ്മയുടെ ആ വിശ്വാസം കണ്ടുകൊണ്ട് മക്കളും അതേ വിശ്വാസത്തിലേക്ക് തന്നെ വരികയും പിന്നീട് പിതാവും ഇതേ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഇവർ കുടുംബത്തോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ആദ്യത്തെ കുർബാനയും ഇവരുടെ വീട്ടിൽ വെച്ചും അതിന് മാമോദീസ നടന്നതും ഇവരുടെ ആ കുടുംബത്തിൽ വെച്ചുമാണ് മാമോദീസയും നടന്നത്. കാരണം അന്ന് ഇവിടെ ഒരു പള്ളിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ വന്ന ജോർജ് കാരക്കുന്നേൽ ഈശോസഭാംഗമായ അച്ഛൻ ഇവരുടെ വീട്ടിലാണ് ആദ്യം താമസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഇവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും മാമോദീസയും കുർബാനയും എല്ലാം ഇവരുടെ വീട്ടിലാണ് വെച്ച് തുടങ്ങുകയും ചെയ്തത്. പിന്നീട് ഈ ഇടവക വളരുകയും ദൈവത്തിൻ്റെ ഒത്തിരിയേറെ കൃപ കൊണ്ട് ഇവർ മക്കളെല്ലാം നല്ല പൊസിഷനിലേക്ക് എത്തിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ ബാബുജി നമ്മളോട് പറഞ്ഞത്. പിന്നീട് വേറൊരു കാര്യം എടുത്തു പറഞ്ഞത്, നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുനിസിപ്പാലിറ്റിയിലെ അടിച്ചു വാരുന്ന ജോലികളും അങ്ങനത്തെ പണികൾ ചെയ്തിട്ടുകൊണ്ട് മറ്റു മതസ്ഥരായ ആരും ഇവരോട് കൂട്ടുകൂടുകയോ ഇവരോട് മിണ്ടുകയോ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതി മാറി. മക്കളെല്ലാവരും നല്ല വിദ്യാഭ്യാസമായി ഇവർക്ക് നല്ല ഒരു സ്റ്റാൻഡേർഡ് സമൂഹത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പം മറ്റുള്ളവർ ഞങ്ങളോട് മിണ്ടുന്നുണ്ട്, ഞങ്ങളോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. പിന്നെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവർ എല്ലാ സ്ഥലങ്ങളിലും പോകുമായിരുന്നു. അമ്പലത്തിൽ പോകുമായിരുന്നു, മോസ്കിൽ പോകുമായിരുന്നു, ഗുരുദ്വാരയിൽ പോകുമായിരുന്നു, എല്ലാ സ്ഥലങ്ങളിലും പോകുമായിരുന്നു പ്രാർത്ഥിക്കും. കാരണം പ്രത്യേകിച്ച് ഒരു മതത്തെപ്പറ്റി ഇവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ മാമോദീസ സ്വീകരിച്ചു, ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ഒരിക്കലും അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ആയിട്ട് ഇവർ പോയിട്ടില്ല എന്നാണ് ബാബുജി പറഞ്ഞത്. ഷിജോ അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന ക്രൈസ്റ്റ് സ്കൂൾ പൂഞ്ചിലാണ് നാം ഇപ്പോൾ. പൂഞ്ചിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളാണ് ഇവിടുത്തെ ക്രൈസ്തവ ജനതയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത്. അടിച്ചു വാരുന്നവരുടെ മക്കളുടെ ഒപ്പം ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കില്ല എന്ന് വാശി പിടിച്ച ഒരു ജനതയോട് ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഉറച്ച വാക്കിൽ നിന്നും ക്രൈസ്തവ ജനതയ്ക്ക് കിട്ടിയ ആത്മവിശ്വാസമാണ് ഈ സ്കൂൾ. Traditions bring a sense of security. We came to rally on certain rituals and events that unify us and bring memories of the present. The players of the event may change, but the tradition remains the same and keep us connected to the past in addition to bring memories of the present. Winston Churchill has well said that a love for tradition has never weakened until a nation ended. It has strengthened in their hour of peril. Thank you. Now here are some traditional dances. ആയിരത്തി 1982 നമുക്ക് പൂഞ്ചിൽ ഒരു കാത്തലിക് പ്രസൻസ് ഒക്കെ നമുക്ക് ആദ്യം കാണുകയും അത് കണ്ടുപിടിച്ചിട്ട് ഡയസിസിൽ നിന്ന് നമുക്ക് SJ ഫാദേഴ്സ് ഇവിടെ വരികയൊക്കെ ഉണ്ടായത്. അവരെൻ്റെ ജോർജ് കാരക്കുന്നരച്ച് എന്നാണ് SJ ഫാദറിൻ്റെ പേര്. അദ്ദേഹം 82 തൊട്ട് 89 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതൊരു കണ്ടിന്യൂസ് പ്രസൻസ് ആയിരുന്നില്ല അവരുടെ. അവർ 1 മാസത്തിലോ 3 മാസത്തിലോ ഒക്കെ വന്ന് കുർബാന ചൊല്ലി പോണ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. 89 ശേഷം അവർക്ക് പേഴ്സണൽസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. പിന്നെ അത് നമ്മുടെ CMI അച്ഛന്മാരെ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഡയസിസിൽ നമ്മൾ ആദ്യമായിട്ട് 89 CMI അച്ഛന്മാർ ഇവിടെ വരുന്നത്. CMI അച്ഛന്മാർ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു സെൻറ്ററാണ് നമുക്കിപ്പോൾ പൂഞ്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെൻറ്ററാണ് നമ്മുടെ പൂഞ്ച്. നമ്മളിവിടെ തുടങ്ങി. അപ്പോൾ തുടക്കകാലത്തിൽ നമുക്കിവിടെ ഒരു പള്ളിയും ഇടവകയും ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് മെയിനായിട്ട് മുനിസിപ്പാലിറ്റിയിൽ അടിച്ചു വരുന്ന തൂപ്പുപണിക്കാരെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അവർ. പിന്നെ നമ്മുടെ അച്ഛൻ വന്ന് പൈക്കടച്ചനും കീക്കിരിക്കാടച്ചനൊക്കെയാണ് ഇവർ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്.
പിന്നെ പൈക്കടച്ചൻ ഇവിടെ വന്ന് കുറച്ചൊരു 3-4 മാസത്തിന് ശേഷം തന്നെ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലും ഇതിൽ തൂത്തുവാരിലും ചെയ്യുന്ന ആ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടൊരു ചെറിയൊരു സ്കൂൾ പോലെ തുടങ്ങാനുള്ള ആശയമാണ് അച്ഛൻ ആദ്യം കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അച്ഛൻ സ്കൂള് ഏറ്റവും സിമ്പിളായിട്ട് 2-3 മുറിയിലാണ് നമ്മൾ സ്കൂൾ ഇവിടെ ആദ്യം തുടങ്ങണത്. അപ്പോൾ തുടങ്ങി നമ്മുടെ ഫസ്റ്റ് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞത് 30-40 പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അഡ്മിഷന് എടുത്തു ആൾക്കാർ. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രയോറിറ്റി. പക്ഷേ പിള്ളേർ അഡ്മിഷൻ എടുത്തു, സ്കൂളിൽ വന്നിട്ട് ഇവർ നമ്മുടെ തൂപ്പുപണിക്കാരായിട്ടുള്ള പിള്ളേരിനെ ക്ലാസ് റൂമിൽ കണ്ടോടുകൂടിയിട്ട് അതിൻ്റെ എക്സ്ട്രാ പല മതസ്ഥരിൽ നിന്നെടുത്തുള്ള പിള്ളേരെല്ലാം തന്നെ പിറ്റേ ദിവസം ഞങ്ങൾ TC വാങ്ങിച്ച് പോകുന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഒരു ബഹളമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ പൈക്കടച്ചൻ വളരെ സ്റ്റേണായിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുത്തത്. സ്റ്റേണായിട്ടുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഇത് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയ സ്കൂളാണ്. ഇവരെ ഞാൻ പറഞ്ഞു വിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞങ്ങൾ മുന്നോട്ട് പോവില്ല. നിങ്ങൾക്ക് പറ്റില്ലേ, നിങ്ങൾ പോയിക്കോ. അന്നത്തെ ആ സമയത്ത് ഒരു സ്റ്റേൺ സ്റ്റെപ്പിന് ശേഷം നമുക്ക് പുള്ളി ചെയ്തത് ഇവിടുത്തെ തന്നെ ലോക്കലായിട്ടുള്ള ഒരു പ്രിൻസിപ്പളായിരുന്നു ആദ്യം നമുക്കുണ്ടായിരുന്നത്. അശോക് ദിവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു 6 മാസത്തിന് മേലെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ഭാഷയൊക്കെ ഏകദേശം മനസ്സിലാക്കി അച്ഛൻ തന്നെ ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഈ 6 മാസ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടഫായിട്ട് പുള്ളി പ്രവർത്തിച്ചൊരു കാലഘട്ടമാണ്. നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ക്രൈസ്റ്റ് എന്നാണ് സ്കൂളിൻ്റെ പേരെങ്കിലും നമ്മുടെ സ്കൂളിനെ സ്കൂൾ അറിയപ്പെട്ടിരുന്നത് ജാഡു വാല സ്കൂൾ എന്നാണ്. ജാഡു എന്ന് പറയുന്ന ചൂല് അടിച്ചുവാരി ചെയ്യണ പിള്ളേർ പഠിക്കണ സ്കൂള് ആണ് ഈ ജാഡു വാല സ്കൂൾ. ക്രൈസ്റ്റ് സ്കൂൾ എന്നാണ് പിള്ളേരുടെ പേരെങ്കിലും നാട്ടിലെ ഇവിടെ പുറത്തുള്ള ആൾക്കാർ ജാഡു വാല സ്കൂൾ മേ ഹം നഹീ ജായെങ്കിൽ, ഞങ്ങൾ അടിച്ചു വാരുന്ന സ്കൂൾ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾ പോവില്ല. പക്ഷെ അതൊരു കാലഘട്ടം അതിനെ ശരിക്കും പറഞ്ഞാൽ മാറ്റിമറിച്ചു എന്നൊക്കെ പറയാം. അവിടേക്കാണ് നമ്മൾ പുള്ളി എടുത്ത സ്റ്റെപ്പൊക്കെ ചാവറച്ചൻ പറഞ്ഞൊരു സ്റ്റെപ്പൊക്കെയാണ് പൈക്കടച്ച എടുത്തതെന്ന് ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇവർ പഠിച്ചില്ലെങ്കിൽ നിങ്ങളും പഠിക്കണ്ട, ഇവരാണ് മെയിനായിട്ട് ഇവിടെ പഠിക്കുള്ളൂ. ഏറ്റവും ജാതിയിൽ താഴ്ന്ന കടലാണെങ്കിലും ഇവരെ ഞങ്ങൾ പഠിപ്പിക്കും എന്നുള്ളൊരു സ്റ്റേൺ സ്റ്റെപ്പാണ് അന്ന് പൈക്കടച്ചനൊക്കെ എടുത്തത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഓരോ മിഷൻ സ്റ്റേഷൻസ് നമുക്ക് ഡയസിസിൽ നമുക്ക് CM അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള 2 ഡിസ്ട്രിക്റ്റ് മാത്രമാണ്. നമ്മൾ പൂഞ്ച് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റും രജോരി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ പൂഞ്ച് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളും മറ്റുള്ള പള്ളികളും എല്ലാം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ശക്തമായിട്ടുള്ള ഒരു സമയമായിരുന്നു. പിന്നെ ഞാനൊക്കെ ഈ കസാരയിലൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ഇവരൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-1.5 ദിവസമൊക്കെയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് ജമ്മുവിൽ ട്രെയിൻ ഇറങ്ങി പൂഞ്ചിലേക്ക് എടുത്ത സമയം. അതും ബസ്, ആ സമയത്ത് വണ്ടി. ഇന്നൊക്കെ ഞാൻ വളരെ കസാരയിലൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അവരെയൊക്കെ ഓർക്കാതെ ഒക്കെ പോകുന്ന ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് 8 മണിക്കൂർ കൊണ്ട് എത്താം, അന്ന് അവർ 1.5 ദിവസം കൊണ്ടാണ് ഇവിടെ എത്തിയിരുന്നത്. അത്രയും കഷ്ടപ്പെട്ട സമയങ്ങൾ, അത്രയും തണുപ്പും ഇതൊക്കെയാണ്. ഇപ്പോൾ എല്ലാം കുറേയൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അന്ന് നമ്മൾ ജാഡുവാല സ്കൂളിൽ നിന്ന് അന്ന് പറഞ്ഞ ആൾക്കാർ അവരുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ജാഡുവാല സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ തൂത്തുപണിക്കാരുടെ പിള്ളേരുടെ ഒപ്പം ഇരുന്ന് പഠിക്കാത്ത പിള്ളേരെ ഇന്ന് അവരുടെ കൂടെ തോളോട് ഇരുന്ന് പഠിച്ച് അവർ മുന്നോട്ട് പോകണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോർഫാദേഴ്സിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഓർക്കുന്നു. ഒരുപക്ഷെ ഞാനൊക്കെ ഇവിടെ വന്നത് ഓക്കെ, നമുക്കും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം വ്യത്യാസം വരുന്നത് ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ വെച്ച് നമ്മളൊന്നും ഒരു ബുദ്ധിമുട്ടേ അനുഭവിക്കണില്ല എന്നതാണ്. നല്ല ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ ദൂരെയാണ്, നമുക്ക് എത്തിപ്പെടാനും ഇതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം മനോഹരമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മുമ്പ് കടന്നുപോയ അച്ഛന്മാരനെ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് പൈക്കടച്ചനെയും കീക്കരികാട്ടച്ചനെയും അതുപോലെ തന്നെ അതിനുശേഷം 10-14 വർഷം ഇവിടെ പ്രിൻസിപ്പളായിരുന്ന മാത്യു നെല്ലേടച്ചനെയും ഇവരെല്ലാം ഓർക്കുന്നു. അവരൊക്കെയാണ് ഈ സ്കൂളിനും ഇവിടുത്തെ ഓരോ നമ്മുടെ ക്രിസ്തീയതയുടെ എന്തെല്ലാം മൂല്യങ്ങളുണ്ടോ അതിനെല്ലാം കെട്ടിപ്പടുക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയോ അതിലെല്ലാം അവർ പ്രത്യേകമായിട്ട് ഭാഗവാക്കുകളാണ്. അവരുടെ മുമ്പിൽ ഞാൻ കൈകൂപ്പുന്നു.
मला जाऊ द्या ना घरी. वाजले